Beatos Ioannem Enrico Newman, Josefina Banini, Marian Teresia Charmel Mankidian, Dulcem Lopez Ponte. ക്രിസ്തുവിൻ്റെ സഹനങ്ങളെയും തിരുമുറിവുകളെയും തൻ്റേതാക്കി മാറ്റിയ ഒരു പുണ്യജന്മം. വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതനാൾ വഴികളെ അമ്മയുടെ തന്നെ ആത്മീയ പിതാവ് ധന്യൻ ജോസഫ് വിതയത്തിലച്ചൻ എഴുതി ചേർത്ത 39 ഏടുകളിലെ വരികളിലൂടെ ചുരുളഴിയുന്ന വിശുദ്ധ പദവിയിലേക്കുള്ള വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതം ഇങ്ങനെയായിരുന്നു. പുത്തഞ്ചിറ വിശുദ്ധിയുടെ പരിമളം തൂകുന്ന പുണ്യഭൂമി. ദൈവം തിരഞ്ഞെടുത്ത ഈ പ്രദേശം ഒരു വിശുദ്ധയ്ക്ക് ജന്മമേകാൻ ഏറ്റവും അനുയോജ്യമായിരുന്നു. AD 52 തോമാശ്ലീഹ വന്നിറങ്ങിയ കൊടുങ്ങല്ലൂർ ഇവിടെ നിന്നും വെറും 8 കിലോമീറ്റർ അകലെയാണ്. ജലമാർഗം ഇവിടെ എത്തിച്ചേരാൻ എളുപ്പമായിരുന്നു. 4-ാം നൂറ്റാണ്ടിലുണ്ടായ മതമർദ്ദന കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂരിൽ നിന്നും കുടിയേറിയ ക്രൈസ്തവ സമൂഹം ഇവിടെ പുത്തഞ്ചിറയിൽ പരിശുദ്ധ പിറവി മാതാവിൻ്റെ നാമധേയത്തിൽ ഒരു ദേവാലയം സ്ഥാപിച്ചു. അന്ന് ആരംഭിച്ച വിശ്വാസ സമൂഹം കൃഷിയുടെയും പ്രകൃതിയുടെയും നിറവായിരുന്ന ഈ പ്രദേശത്ത് വിശ്വാസത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിന്നിരുന്നു എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് തുടർന്നുള്ള പുത്തഞ്ചിറയുടെ ചരിത്രം. അനുഗ്രഹത്തിൻ്റെ സങ്കേതമായിരുന്നു ഇത്. അതുകൊണ്ടാണ് 1701 മുതൽ 777 വരെ കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ മെത്രാപ്പോലീത്തമാർ ഇവിടെ താമസിച്ച് സഭാഭരണം നടത്തിയതും അവരെ ഈ ദേവാലയത്തിൽ അടക്കം ചെയ്യാൻ ഇടവന്നതും. വിശ്വാസത്തെ മുറുകെ പിടിച്ചവർ, മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഇറങ്ങിത്തിരിച്ചവർ, ദൈവവിളി കൊണ്ട് എന്നും സമ്പന്നമായിരുന്ന ഒരു പ്രദേശം. ഈ പ്രദേശത്തു നിന്നും ഒരു വിശുദ്ധയ്ക്ക് ജന്മമേകാൻ സാധിച്ചത് ഈ നാടിൻ്റെ പുണ്യമാണ്, നന്മയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ ദൈവം തിരഞ്ഞെടുത്ത മങ്കിടിയൻ കുടുംബം സമ്പന്നതയുടെ കൊടുമുടിയിൽ നിന്നും ദാരിദ്ര്യത്തിൻ്റെ ആഴങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 1876 ഏപ്രിൽ 26 പുത്തഞ്ചിറ ഗ്രാമത്തിൽ ചിറമേൽ മങ്ങിടിയാൻ തോമൻ താണ്ട ദമ്പതികളുടെ 3ാമത്തെ മകളായി ത്രേസ്യ ജനിച്ചു. മെയ് 3 സെൻറ് മേരീസ് ദേവാലയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട പൗലോസ് കൂനൻ അച്ഛനിൽ നിന്നാണ് അവൾ മാമോദീസ സ്വീകരിച്ചത്. കുഞ്ഞുനാളിലെ ദൈവത്തെ സ്നേഹിക്കുവാനുള്ള തീവ്രദാഹത്താൽ അവൾ ആശിച്ചിരുന്നു. ത്രേസ്യയുടെ അമ്മ താണ്ടയിൽ നിന്നാണ് ആ ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവവിചാരത്തിൽ നടക്കുവാനുമുള്ള പ്രചോദനം ലഭിച്ചത്. ത്രേസ്യയുടെ ബാല്യകാലം ദൈവത്തെ സ്നേഹിക്കുക എന്നതിൽ ഉത്സുകയായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുവാനായി കൂട്ടുകാർ കളിക്കാൻ വിളിക്കുമ്പോൾ അവിടേക്ക് പോകാതെ പള്ളിയിലേക്ക് പോയി പ്രാർത്ഥിക്കുകയും അൾത്താര പൂക്കൾ വെച്ച് അലങ്കരിക്കുകയും അമ്മയെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ മറ്റു കുട്ടികളോടൊപ്പം കളിക്കാൻ പോകുന്നത് ദൈവത്തിന് ദുഃഖകരമാണെന്ന് അവളുടെ ആത്മകഥയിൽ അവൾ പറഞ്ഞു വയ്ക്കുന്നു. കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് ചെറുപ്പത്തിലെ തന്നെ തോളിൽ കല്ല് വെച്ച് അഴിഞ്ഞ് നടന്ന് കുരിശിതനായി ഈശോയെ ഓർത്തിട്ട്, മാത്രമല്ല 5.5 വയസ്സിൽ രാത്രി എഴുന്നേറ്റ് കൊണ്ടെത്തിക്കുക, ചരലിൽ മുട്ടുകുത്തുക, കല്ലൊക്കെ കുറച്ച് കൊണ്ടുവന്ന് കിടന്നുറങ്ങുക. ഇതൊക്കെ എവിടെ നിന്നാണ് ഈ കൊച്ചുകുട്ടിക്ക് ഇതിനോടൊക്കെയുള്ള ആഗ്രഹം തോന്നിയെന്ന് ചോദിക്കുമ്പോൾ കർത്താവിനെ പോലെ ആവണം. ഇതൊക്കെ കർത്താവിനെ സ്നേഹിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്നത്.
വിശുദ്ധ മറിയം ത്രേസ്യയ്ക്ക് ഈശോയെ സ്വീകരിക്കുവാൻ വളരെയധികം ആഗ്രഹമായിരുന്നു. പലപ്പോഴും അമ്മ താണ്ടയോട് പറയും, അമ്മേ എനിക്കും വിശുദ്ധ കുർബാന സ്വീകരിക്കണം. അപ്പോൾ അമ്മ പറയും, മകളെ പ്രായമായിട്ടില്ല, പെൺകുട്ടികൾക്ക് 13 വയസ്സ് കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിർബന്ധമായും പറയും, ഇത്രയും കാലം കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല, എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കണം. അന്നത്തെ നിയമം അനുസരിച്ച് പെൺകുട്ടികളുടെ പ്രായപരിധി 13 വയസ്സ്, ആൺകുട്ടികൾക്ക് 12 വയസ്സുമായിരുന്നു എല്ലാനോ നിയമം അനുസരിച്ച്. അങ്ങനെ എനിക്കൊരു ദിവസം അമ്മയോട് വളരെയധികം ശഠിച്ചിട്ട് ഞാൻ അമ്പഴക്കാട്ട് ആശ്രമത്തിൽ പോയി അച്ഛന്മാരോട് വാശി പിടിച്ച് ഞാൻ കുർബാന സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അമ്മ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, മോളെ സാധ്യതയില്ല, ഞാൻ പോകും. അങ്ങനെ അമ്പഴക്കാട്ട് മഠത്തിലേക്ക് CMI ഫാദേഴ്സിൻ്റെ കർമ്മീത്ത ആശ്രമത്തിലേക്ക് ഓടിക്കയറി അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് കുർബാന സ്വീകരിക്കണം. അപ്പം അച്ഛൻ ചിരിച്ചിട്ട് ചോദിച്ചു, മകളെ നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 10 വയസ്സായി. 10 വയസ്സായാൽ കുർബാനയ്ക്കുള്ള പാടില്ല മകളെ, പറ്റില്ല, ഈശോയെ സ്വീകരിക്കാൻ പ്രായം വേണോ? അത് കേട്ടപ്പോൾ അച്ഛൻ, നിന്നോട് ആരാ നിന്നത് പഠിപ്പിച്ചത്? ദൈവം തന്നെ പഠിപ്പിച്ചു. ആ ഉത്തരത്തിന് മുന്നിൽ അച്ഛൻ, അന്ന് നിനക്ക് ഞാൻ എല്ലാ ചോദ്യങ്ങളും ചോദിച്ചു മിടുമിടുക്കിയായി ഉത്തരം കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇന്ന് ഞാൻ നിനക്ക് വിശുദ്ധ കുർബാന തരും. അങ്ങനെ വലിയ തീവ്രമായ ആഗ്രഹത്താൽ 10-ാം വയസ്സിൽ മറിയം ത്രേസ്യ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയെ സ്വന്തമാക്കി. ചെറുപ്പം മുതൽ തന്നെ മറിയം ത്രേസ്യയുടെ ജീവിതത്തിൽ പുണ്യങ്ങൾ വളർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് ഒരു ദിവസം അമ്മയുടെ കയ്യിൽ വലിയൊരു കുരു വന്ന് പൊട്ടി വേദനിച്ച് അമ്മ ഇരിക്കുന്ന സമയത്ത്, വീടിൻ്റെ ഉമ്മർത്തിരിക്കുന്ന സമയത്ത് ആങ്ങളമാരൊക്കെ പന്ത് കളിച്ച് ആ ഒരു പന്ത് വന്ന് അമ്മയുടെ ഈ പൊയമ്മ തന്നെ വന്നു വീണ് ഭയങ്കരമായിട്ട് ചോരയൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മ ഉറക്കെ കരഞ്ഞു. അപ്പോൾ അപ്പന് ദേഷ്യം വന്നിട്ട് അപ്പോൾ വടിയെടുത്തിട്ട് ആങ്ങളമാരടിക്കാൻ ചെന്നപ്പോൾ അമ്മ ഓടിച്ചു അപ്പോൾ അപ്പോൾ ആങ്ങളിനടിച്ചാൽ എൻ്റെ വേദന മാറും. ആങ്ങളിനടിച്ചാൽ എൻ്റെ വേദന മാറിയില്ല, അപ്പം ആങ്ങളിനടിക്കണ്ട. അപ്പം അപ്പൻ ചോദിച്ചു, എൻ്റെ പൊന്നുമോളെ ഈ ചെമ നിനക്ക് എവിടെ നിന്ന് കിട്ടി? ദൈവം തന്നത്. അമ്മ നല്ല ഭക്ഷണം കൊടുക്കുമ്പോൾ മറിയം ത്രേസ്യ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ തന്നെ അലയിൽ കെട്ടിപ്പൊതിഞ്ഞ് പാവപ്പെട്ടവർക്ക് കൊണ്ടു കൊടുക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക, എനിക്കുള്ളത് പാവപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുക, അവരുടെ വേദനകളിൽ ഒന്ന് ചേരാം, അവരുടെ ദുഃഖങ്ങളിൽ അവരുടെ കണ്ണുനീരൊപ്പാനും അവരുടെ വേദനകളിൽ പങ്കുചേരാം, അവരുടെ വിശപ്പ് എൻ്റെ വിശപ്പിനേക്കാൾ വലുതായിട്ട് കാണാനും എനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു വലിയ ശീലമായിരുന്നു മറിയം ത്രേസ്യയ്ക്ക് ഉണ്ടായിരുന്നത്. ഒരു വിശുദ്ധയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി സ്ഥാനമുണ്ട്. അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏകദേശം 3-4 വയസ്സുള്ളപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ ജീവിതത്തിൽ ഇടപെട്ടത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. കുഞ്ഞുനാളിൽ തന്നെ മറിയം ത്രേസ്യാമ്മയുടെ അമ്മ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു ത്രേസ്യയുടെ ഹൃദയത്തിൽ അമ്മയോട് അപാരമായ ഭക്തിയും സ്നേഹവും ഉണ്ടായിരുന്നു. 9 വയസ്സുള്ളപ്പോൾ അന്ന് കുർബാന സുറിയാനിയിലായിരുന്നു. ആ സുറിയാനി ഭാഷയിൽ കുർബാന ചൊല്ലുവാനായിട്ട്, കുർബാനയിൽ സംബന്ധിക്കാനായിട്ട് പരിശുദ്ധ അമ്മ തന്നെ അമ്മയെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവളുടെ പേരിൻ്റെ കൂടെ എൻ്റെ പേരും കൂടി ചേർക്കണമെന്ന് പരിശുദ്ധ അമ്മ വിദേശ പിതാവിനോട് പറഞ്ഞു. അങ്ങനെ 1904 ഡിസംബർ 8-ാം തീയതിക്ക് 3 ദിവസം മുൻപ് കഠിനമായ പൈശാചിക പരീക്ഷണം അനുഭവപ്പെട്ടു. പക്ഷെ അവിടെയെല്ലാം പ്രത്യാശയോടെ, വിശ്വാസത്തോടെ, ശരണത്തോടെ മറിയം ത്രേസ്യ പിടിച്ചിരുന്നു. 1904 ഡിസംബർ 8-ാം തീയതി ത്രേസ്യയുടെ പേരിൻ്റെ കൂടെ മറിയം ത്രേസ്യ എന്ന് പേര് കൊടുത്തു. ഇതൊരു വലിയ സത്യമാണ്. അമ്മയുടെ മരണത്തിന് ശേഷം ത്രേസ്യ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ആഴമായി ചിന്തിക്കുകയും 15-ാം വയസ്സിൽ വനവാസം തുടങ്ങിയാലോ, വനത്തിൽ പോയി പ്രാർത്ഥിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കൂട്ടുകാരിയിൽ കൊണ്ട് വനത്തിൽ പോയി. ആ വിവരം കേട്ടപ്പോൾ അപ്പൻ വളരെയധികം ശകാരിച്ച് പറഞ്ഞു, നീ അത് ചിന്തിക്കുമ്പോഴും ചെയ്യരുത്, ഈ കുടുംബത്തിന് ഒരിക്കലും നീ വനത്തിൽ പോയി താമസിക്കില്ല എന്ന് പറയുമ്പോൾ അമ്മ അത് ഉപേക്ഷിച്ചു. അപ്പോൾ എന്നോട് ഞാൻ എന്തെങ്കിലും യേശുവിൻ്റെ സ്വന്തമാകണം, എനിക്ക് ഈശോ മാത്രം മതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സന്യാസാശ്രമങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് നോക്കിയത്. വെമ്പഴക്കാട്ട് മഠത്തിൽ ചെന്നപ്പോൾ 150 രൂപ പത്രമോന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് തോന്നി എൻ്റെ കുടുംബത്തിന് ഇപ്പോൾ അത് പത്രമോന് കൊടുക്കാൻ സാധിക്കുമില്ലേ. എന്നാലും പിതാവ് പറഞ്ഞു, ഒല്ലൂർ പോയി നിൽക്കാൻ പറഞ്ഞു. ഒല്ലൂർ സിസ്റ്റേഴ്സ് പറഞ്ഞു, പത്രമോന് ഇല്ലെങ്കിൽ അവളെ ഞങ്ങൾ എടുത്തോളാം, കാരണം അവൾ അത്ര നല്ല കുട്ടിയാണ്.
അത്ര നല്ല പെൺകുട്ടിയാണ്. അതുകൊണ്ട് അവളെ അത് എപ്രാസ്യമുള്ള കാലമാണ്. എപ്രാസ്യമയ്ക്കും മറിയം ത്രേസ്യയ്ക്ക് തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പത്രോമോൻ ഇല്ലെങ്കിലും അമ്മയെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ മറിയം ത്രേസ്യയ്ക്ക് അവിടെ നിൽക്കാനല്ല ദൈവം തോന്നിപ്പിച്ചത്. മേനച്ചേരി പിതാവ് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല പിതാവേ. അങ്ങനെയാണ് അമ്മ വീണ്ടും പുത്തഞ്ചിറയിലേക്ക് മടങ്ങി വന്നത്. കാരണം അമ്മയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ഹിതം വേറൊന്നായിരുന്നു. കുടുംബങ്ങൾ നവീകരിക്കാൻ ഒരു പുതിയ സഭ ആരംഭിക്കുക. അങ്ങനെ അവിടുന്ന് തിരിച്ചു പോകുന്നതിന് ശേഷം വികാരിയച്ഛൻ പറഞ്ഞതനുസരിച്ച് കൂട്ടുകാരികളുമൊത്ത് പള്ളി ശുശ്രൂഷ ചെയ്യുക, കുടുംബങ്ങളെ ശുശ്രൂഷിക്കുക, പള്ളിയിലെ ആരാധനയ്ക്ക് ഒരുക്കുക, പള്ളി കുർബാനയ്ക്ക് ഒരുക്കുക, ഓസ്തി അടിക്കുക, ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് വളരെ സന്തോഷത്തോടും സമാധാനത്തോടുകൂടെ 38 വയസ്സ് വരെ അമ്മ ജീവിച്ചു. പക്ഷേ ഒരേ ഒരു ചിന്ത മാത്രം, എനിക്ക് ദൈവത്തിന് സ്വന്തമാകണം. അതിന് കർത്താവിലേക്ക് ദൈവത്തിലേക്ക് ഊന്നി നിന്ന് അമ്മ എപ്പോഴും ദൈവം എന്ന് പറയുന്നത്, എൻ്റെ ദൈവം എനിക്ക് ശരണം, എൻ്റെ ശക്തിക്കും ദൈവം ഒന്നും എനിക്ക് തരില്ല, എൻ്റെ ദൈവം എൻ്റെ ദൈവത്തിന് ശരണം നിറവേറട്ടെ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എല്ലാം ഇങ്ങനൊരു ദൈവികമായ ഭയങ്കര ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക്. അങ്ങനെ ദൈവം വഴി കാണിക്കുന്ന വലിയ ചിന്തയിൽ ആ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് ദൈവം പ്രത്യേകിച്ച് കടന്നു വന്നത്. അങ്ങനെയാണ് 1914 മെയ് 14 ജോസഫ് വിധേയച്ചൻ്റെ സഹായത്തോടെയും അഭിമന്യ മേനാച്ചേരി പിതാവിൻ്റെ അനുമതിയോടും കൂടിയിട്ടാണ് കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന്, അത് കുടുംബങ്ങൾക്ക് വേണ്ടി കുടുംബ പ്രേക്ഷിതത്വം കൈരസമായി ജീവിച്ചുകൊണ്ട് ഹോളി ഫാമിലി സന്യാസിനി സമൂഹം എന്ന പേരിൽ ഒരു സഭയ്ക്ക് രൂപം കൊടുക്കുവാൻ ദൈവം അമ്മയെ അനുവദിച്ചത്. മാറാരോഗികളെ സഹായിക്കുക, വേദനിക്കുന്നവർ കണ്ണുനീര് ഒപ്പുവെക്കുക മറിയം ത്രേസ്യയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ആ കാലഘട്ടത്തിൽ 1903 എനിക്ക് തോന്നുന്നു പുത്തഞ്ചിറ നാട്ടിൽ നിറച്ച് വസൂരി പിടിച്ച് കുറേ ആൾക്കാർ മരിച്ചു. അന്ന് മറിയം ത്രേസ്യ കർത്താവിനെ പിടിച്ച കർത്താവ് ഞങ്ങളുടെ നാടിനെ ഈ മസൂരി രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവർ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ പരിഹാരം ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഒരു 3 ദിവസത്തേക്ക് മറിയം ത്രേസ്യയുടെ ഇടതുവശം മുഴുവൻ തളർന്നു, വയ്യാണ്ടായി വേദന പിടിച്ച് കിടന്നു. എങ്കിലും പ്രാർത്ഥിച്ച് ആ വസൂരി രോഗം ആ നാട്ടിൽ നിന്ന് ഇല്ലാണ്ടാക്കാനായിട്ട് മറിയം ത്രേസ്യ കഠിനമായി പ്രാർത്ഥിക്കുകയും പ്രായശ്ചിത്തങ്ങൾ ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ വസൂരി രോഗം പിടിച്ച് ആരാരും നോക്കാനില്ലാത്ത മക്കളെ പായലേക്ക് പൊതിഞ്ഞ് കെട്ടി അവർ കൊണ്ടുപോയിടത്ത് കൊണ്ടിടുമ്പോൾ മറിയം ത്രേസ്യ ദൈവനിവേശത്താൽ ഓടിച്ചെന്ന് ആ പായയുടെ കെട്ടഴിച്ച് ജീവനോടുകൂടി മുടി കിടന്നിരുന്ന ആ സ്ത്രീയെ പുറത്തെടുത്ത് അവൾക്ക് വെള്ളം കൊടുത്ത് മടിയിൽ കിടത്തി അവളെ ആശ്വസിപ്പിച്ചു. അങ്ങനെയാണ് എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാസ്വർഗത്തിലേക്ക് പോയത്, മരിച്ചതായിട്ട് അവൾക്കാണ്. ഇങ്ങനെ വസൂരി രോഗമോ ഏത് മാറാ രോഗമോ മറിയം ത്രേസ്യയെ സംബന്ധിച്ചൊരു പ്രശ്നമില്ലായിരുന്നു. മറിയം ത്രേസ്യയെ സംബന്ധിച്ച് വ്യക്തികളായിരുന്നു വലിയത്. മനുഷ്യൻ എൻ്റെ സ്വന്തം, ഒരു വ്യക്തിയും എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി എന്നൊരു ചിന്തയിൽ ആ നാട്ടിലെ എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിച്ച് അവരുടെ വേദനകളിലും രോഗത്തിലും അസ്വസ്ഥതകളിൽ കടന്നു ചെയ്യുന്ന വലിയ വ്യക്തിത്വമായിരുന്നു മറിയം ത്രേസ്യയുടേത്. ഒരു സഭ സ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെയോ പുരുഷൻ്റെയോ പിന്നാലെ ഫോളോവേഴ്സ്, അനുഗാമികൾ ഉണ്ടാകണമെന്നൊരു ദൈവഹിതമായിരുന്നു. ഈ അമ്മയുടെ കൂടെ പുത്തഞ്ചിറയിലത്തെ വലിയ വീട്ടിൽ മാളിയേക്കൽ കൂനൻ കൊച്ചുമറിയം, മാളിയേക്കൽ കൂനൻ മറിയം, കരിമാലിക്കൽ മറിയം, ഈ 3 കൂട്ടുകാരികളും അമ്മയുടെ പിന്നാലെ നടന്നു. അവരുടെ വീട്ടുകാർ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ പോയിരുന്ന പെണ്ണിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവർ 3 പേർ സമ്മതിച്ചില്ല. ഈ മറിയം ത്രേസ്യയുടെ പിന്നാലെ ഇവർ 3 പേര് പോയി എന്നുള്ളത് തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരു സന്യാസി സമൂഹം സ്ഥാപിക്കുവാനായിട്ടാണ് ദൈവം മറിയം ത്രേസ്യയെ തിരഞ്ഞെടുത്തത് എന്നതിനുള്ള സാക്ഷ്യമാണ് ഈ 3 കൂട്ടുകാരെയുള്ള സംഗമം. മറിയം ത്രേസ്യയ്ക്ക് തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ആഴപ്പെട്ടു വളരാൻ പറ്റിയ ഒരു സാഹചര്യം വേണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി തൻ്റെ ആത്മീയ പിതാവും നല്ലവരായി കുറച്ച് ഇടവകക്കാരും ചേർന്ന് നിർമ്മിച്ചു നൽകിയ ഈ ഏകാന്ത ഭവനത്തിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ വെറോനിക്ക, ക്ലാര, ആഗ്നസ് എന്നിവരോടൊപ്പം 1913 ഇവിടേക്ക് താമസം മാറ്റുകയും ചെയ്തു. ഈ ഭവനത്തിലായിരുന്ന് അമ്മ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ആത്മീയ പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് കുടുംബങ്ങളിൽ പോയി മരണാസന്നരായവരെ നല്ല മരണത്തിനൊരുക്കുകയും രോഗികളെ ശുശ്രൂഷിക്കുകയും കുടുംബ വഴക്കുകൾ പറഞ്ഞു തീർക്കുകയുമൊക്കെ ചെയ്യുമായിരുന്നു. ഈ ഭവനത്തിൽ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് അനുഭവവും തിരുക്കുടുംബ ദർശനവും പരിശുദ്ധ അമ്മയുടെ ദർശനവുമൊക്കെ ലഭിച്ചിട്ടുള്ളത്. 1914 മെയ് 13
മേനാച്ചേരി പിതാവ് ഈ ഭവനം സന്ദർശിക്കുകയും ഈ ഭവനത്തെ ഒരു സന്യാസ സമൂഹമായി ഉയർത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അതിനുവേണ്ടി പിതാവ് പിറ്റേ ദിവസം യോഹന്നാൻ ഊക്കനച്ചനെ ഈ ഭവനത്തിലേക്ക് അയക്കുകയും അച്ഛൻ ഈ ഭവനത്തിൻ്റെ ആശീർവാദ കർമ്മം നിർവഹിച്ച് ഇതിനെ ഒരു സന്യാസ ഭവനമായി ഉയർത്തുകയും അമ്മയെ ഈ സന്യാസ ഭവനത്തിൻ്റെ ശ്രേഷ്ഠയായി നിയമിക്കുകയും ചെയ്തു. ഈ ഭവനത്തിൽ അമ്മയുടെ ശുശ്രൂഷകൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ ഭവനം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി കുഴിക്കാട്ടുശ്ശേരിയിൽ അമ്പൂക്കനച്ചൻ അമ്മയ്ക്ക് സ്ഥലം ദാനമായി നൽകുകയും ചെയ്തു. കുഴിക്കാട്ടുശ്ശേരിയിലെ ആശ്രമം പണിതുകൊണ്ടിരിക്കുമ്പോൾ പണി പൂർത്തിയാക്കുവാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അമ്മയ്ക്ക് വളരെയേറെയായിരുന്നു. പലരിൽ നിന്നും അമ്മ സംഭാവനകൾ സ്വീകരിച്ചു. ഒപ്പം തന്നെ രാജാവിനെ സന്ദർശിക്കാനും രാജാവിൽ നിന്ന് സഹായം അപേക്ഷിക്കാനും അമ്മ തീരുമാനിക്കുകയും രാജാവിനെ സന്ദർശിക്കാൻ അമ്മ പോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ രാജാവിന് അസുഖമായിരുന്നതിനാൽ അമ്മയ്ക്ക് രാജാവിനെ കാണാൻ സാധിച്ചില്ല. അമ്മ ഒരു പച്ചമരുന്നുണ്ടാക്കി കൊടുത്തതിൻ്റെ ഫലമായി രാജാവിൻ്റെ അസുഖം മാറുകയും രാജഭടന്മാരെ വിട്ട് രാജാവ് അമ്മയെ വീണ്ടും രാജകൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുകയും കുഴിക്കാട്ടുശ്ശേരി ആശ്രമം പണിയാനുള്ള മുഴുവൻ മരവും രാജാവ് സംഭാവനയായി നൽകുകയും ചെയ്തു. 1922 കുഴിക്കാട്ടുശ്ശേരി ആശ്രമം പണി പൂർത്തിയാകുകയും ആ മഠത്തിലേക്ക് ഇവിടെ നിന്ന് അമ്മയും കൂടെയുള്ള സഹോദരിമാരും താമസം മാറ്റുകയും ചെയ്തു. 1909 ജനുവരി 27 അമ്മയ്ക്ക് ആദ്യമായിട്ടുള്ള പഞ്ചശുദ്ധ പരസ്യമായിട്ട് കണ്ടത്. അത് അമ്മ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് 1909. ആ സമയത്ത് അമ്മ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ ശരീരത്തിലേക്ക് ആദ്യമായി ചോര പൊടിഞ്ഞ് കൈ രണ്ടിലും കാലിലും നോക്കുമ്പോഴാണ് മാറിലും ചോര പൊടിഞ്ഞ് കാണുന്നത്. അമ്മയ്ക്ക് അത് പഞ്ചക്ഷതയാണോ എന്ന് മനസ്സിലായി. പക്ഷെ പിതാവിനോട് ഇത് കാര്യമൊക്കെ ഇങ്ങനെയൊക്കെ പിതാവ് കണ്ടുന്ന പിതാവ് എഴുതി വെച്ചു. ക്രൂശിതിൻ്റെ മുറിവുകളെല്ലാം ഏറ്റുവാങ്ങാൻ വേണ്ടി ചാട്ടവാരടിക്കുക, മുൾമുടി ധരിക്കുക. മുൾമുടി കൊടുത്തിട്ടുണ്ട് കർത്താവ് അമ്മയ്ക്ക്, മുൾമുടി ധരിപ്പിച്ചിട്ടുണ്ട്. കുരിശിന്മേ അമ്മയുടെ മുറിയിൽ കുരിശിൻ്റെ മുകളിൽ അമ്മ കിടന്നിട്ടുണ്ട്. പല അനുഭവങ്ങളും ക്രൂശിതാനുഭവങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പിതാവ് അതെല്ലാം വിശ്വസ്തയോടെ എഴുതി വെച്ചിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ സഭയ്ക്ക് പിതാവിനുള്ള ഏറ്റവും വലിയ സന്തോഷം. അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മയെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയാൻ സാധിക്കുമായിരുന്നില്ല. ഈ പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്തിട്ട് മുള്ളരിഞ്ഞാണ് കെട്ടിയിരുന്നു. അമ്മ ചെറുപ്പത്തിൽ കെട്ടിയിരുന്നു. സിസ്റ്ററായപ്പോഴും മുള്ളരിഞ്ഞാണ് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ മാതാവ് പറഞ്ഞിട്ടുണ്ട്, ഈ മുള്ളരിഞ്ഞാണ് പുറത്ത് വരുമ്പോൾ നീ മനസ്സിലാക്കിക്കോ, നിന്റെ മരണത്തിൻ്റെ സമയം അടുത്ത് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ അമ്മ സിസ്റ്ററായതിനു ശേഷം മുള്ളരിഞ്ഞാണ് കെട്ടി. അതിങ്ങനെ ഭയങ്കര മുറിച്ച് കെട്ടി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മാലാഖ വന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അരയിൽ ശരിക്കും പറയുകയാണെങ്കിൽ മുള്ളരിഞ്ഞാണ് കെട്ടിയെടുത്ത് പുഴു വന്ന പോലെ അത്രയ്ക്ക് പഴുത്തിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് മാലാഖ വന്ന് പറഞ്ഞു കുറച്ച് ഉപ്പ് അരച്ച് വരട്ടാൻ പറഞ്ഞു. അപ്പോൾ അത് കർത്താവിൻ്റെ യോഗ എന്ന് വെച്ചിട്ട് സഹിച്ച് ഉപ്പ് അരിഞ്ഞിട്ട് പുരട്ടിയാൽ വേദന ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും ഉപ്പ് അരച്ച് പുരട്ടാൻ പോയപ്പോൾ മാലാഖ വന്നിട്ട് വേണ്ട, നിനക്ക് അനുസരണമുണ്ടോയെന്നും സഹിക്കാൻ ശക്തി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കർത്താവ് പറഞ്ഞതാണ്, നീ പുരട്ടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുരട്ടിയില്ല. എങ്കിലും മുള്ളരിഞ്ഞാണ് അരയിലുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചു ദ്രസ്യം അമ്മയും കൂടി നടക്കുന്ന സമയത്ത് മോളെ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ വേണം, എൻ്റെ മുള്ളരിഞ്ഞാണ് പൂണ്ട് പോയെന്ന് തോന്നേ, ഭയങ്കരമായിട്ട് വേദന എടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ സിസ്റ്റർ വെള്ളം എടുക്കാൻ ഓടിപ്പോയി. ഒരു പാത്രത്തിൽ ഒരു അലയിൽ വെള്ളം കൊണ്ട് വരുമ്പോൾ അവിടെ കിടക്കുന്ന വെള്ളം കോരിയിട്ട് കുടിച്ചു അത്രയ്ക്ക് ഇത്. അപ്പോൾ ആ സിസ്റ്ററിനെ തൊടി വെച്ചിട്ട് പറഞ്ഞു, മോൾക്ക് എന്തെങ്കിലും തടയാനുണ്ടോ? ഓ അമ്മ എന്ത് തടയുണ്ട്, മുള്ളരിഞ്ഞാണം ശരീരത്തിനുള്ളിലേക്ക് പൂണ്ട് പോയെന്ന് തോന്നണേ. ഇല്ല, മുള്ളരിഞ്ഞാണം പുറത്ത് വരുമ്പോഴേക്കും എനിക്ക് പോകേണ്ട സമയമാവും എന്നൊരു പ്രവചനം ശരിയായിരുന്നു. ആ മുള്ളരിഞ്ഞാണ് പുറത്ത് വന്നു. തുമ്പൂര് മഠത്തിൻ്റെ ബ്ലെസ്സിങ് കഴിഞ്ഞു. 1926 10-ാം തീയതിയാണ് തുമ്പൂര് മഠത്തിൻ്റെ ബ്ലെസ്സിങ്. അമ്മയ്ക്ക് അസുഖമായിട്ട് അമ്മേനെ കൊണ്ടുവന്ന് അമ്മ വന്നു. 1926 ജൂൺ 8-ാം തീയതി ദൈവം അമ്മയെ കൊണ്ടുപോയെന്നാണ്. വിശുദ്ധ മറിയം ത്രേസ്യായിയുടെ മാധ്യസ്ഥം വഴി വളരെയധികം അത്ഭുതങ്ങൾ കുഴിക്കാട്ടുശ്ശേരി നടന്നുകൊണ്ടിരിക്കുക. എല്ലാവരും നമ്മോട് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ കവടത്തിന് ചുറ്റും തിരി വയ്ക്കുന്നു. ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായി കണ്ടപ്പോൾ ഈ റിപ്പോർട്ടുകളെല്ലാം കണ്ട കുണ്ടുകളും പിതാവ് ചോദിച്ചു, നമുക്ക് ഈ മറിയം ത്രേസ്യാമ്മയുടെ കോഴ്സ് പുണ്യവതിയാകാൻ നാമകരണ നടപടികൾ ആരംഭിക്കാമല്ലോ എന്ന് ചിന്തിച്ചു. അന്നത്തെ മെത്രന്മാരും കൂടി ആലോചിച്ചു. കാരണം വളരെയധികം ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി സഹായം കിട്ടുന്നു, അവരത് എഴുതി വയ്ക്കുന്നു. അങ്ങനെ റിപ്പോർട്ടുകൾ കിട്ടുമ്പോഴാണ് സാധാരണ തുടങ്ങേണ്ടത്. അങ്ങനെ 1973
കുണ്ടുകുളം പിതാവ്, ജോസഫ് കുണ്ടുകുളം പിതാവാണ് ആദ്യമായിട്ട് അമ്മയുടെ നാമകരണ നടപടികൾ ആരംഭിക്കണമെന്നിട്ട് റോമിലേക്ക് എഴുതുന്നത്. അത് ഞങ്ങൾ മദർ ആർക്കേഞ്ചിൽ, അതിനുശേഷം മദർ ഏഴ്സിൽ അതാണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിച്ചു. അപ്പോൾ എപ്പോഴും ഒരു വ്യക്തിയുടെ നാമകരണ നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ആദ്യ പദവിയായ ദൈവദാസി എന്നുള്ള അറിയപ്പെടും. അങ്ങനെ നോക്കുമ്പോൾ 1973 അമ്മ ദേവദാസിയായിട്ട് മാറുകയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്നു. പോസ്റ്റസി എഴുതണമെന്നുണ്ടായി. അങ്ങനത്തെ ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട്. പോസ്റ്റസി 1999 പോസ്റ്റസി എഴുതി ഫാദർ ജോർജ് നെടുങ്ങാട്ട് സമർപ്പിക്കുന്നത്. അത് പാസ്സായപ്പോഴാണ് അമ്മ ധന്യയാവുന്നത്. 1999 ജൂൺ 28 അമ്മ ധന്യയാവുന്നത്. അതിനുശേഷം ഒരു അത്ഭുതം ഉണ്ടാകണം. അങ്ങനെയാണ് PD മാത്യുവിനെ കാര്യം സുഖപ്പെടുത്തി അത്ഭുതം ഉണ്ടാകുന്നത്. അപ്പോഴാണ് അമ്മ വാഴ്ത്തപ്പെട്ടവളായിട്ട് ഉയർത്തപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ നാമകരണ പ്രക്രിയയിൽ ആദ്യത്തെ സ്റ്റേജ് സെർവൻ്റ് ഓഫ് ഗോഡ്, ദൈവദാസൻ എന്നുള്ള പദവിയിലാണ്. ഒഫീഷ്യലായിട്ടൊരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിലൂടെ ഒരു വ്യക്തി സെർവൻ്റ് ഓഫ് ഗോഡ് എന്ന ഒരു ടൈറ്റിൽ കിട്ടുന്നു. ആ സെർവൻ്റ് ഓഫ് ഗോഡിൻ്റെ ജീവിതം എല്ലാം വിശദമായി പഠിച്ചതിന് ശേഷം ഹീറോയിക് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഹീറോയിക്കായിട്ട് വെർച്യൂസൊക്കെ പ്രാക്ടീസ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ ആ വ്യക്തിക്ക് വെനറബിൾ എന്നൊരു ടൈറ്റിൽ കിട്ടുന്നു. ധന്യൻ എന്ന വ്യക്തി ഒരു ടൈറ്റിലാകും. പിന്നീട് നമുക്ക് ദൈവത്തിൻ്റെ സ്വർഗത്തിൽ നിന്നൊരു അടയാളമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിനാണ് ഒരു മിറക്കിൾ എന്ന് പറയുന്നൊരു അത്ഭുതം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ദൈവജനത്തിൻ്റെ വിശ്വാസം മൂലം ഈ വ്യക്തിയോട് പ്രാർത്ഥിക്കുകയും ഈ വ്യക്തിയുടെ ഇൻ്റർസെഷൻ വഴിയായിട്ട് എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുകയാണെങ്കിൽ ആ അത്ഭുതത്തെപ്പറ്റി പഠിച്ച് അതൊരു യഥാർത്ഥമായിട്ടുള്ള ദൈവികമായിട്ടൊരു ഇൻ്റർവെൻഷനാണ് എന്ന് കൃത്യമായി പഠിച്ചതിന് ശേഷം മാർപ്പാപ്പയ്ക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ട്, അതിൻ്റെ വെളിച്ചത്തിൽ ബ്ലസ്ഡ് എന്ന ടൈറ്റിൽ കൊടുക്കുന്നതും ബേറ്റിഫിക്കേഷൻ എന്നുള്ള ചടങ്ങും ഒഫീഷ്യൽ സെറമണി നടത്തും. The Venerable Servant of God, Marian Theresia Chirammel Mangidian, is a daughter of the Syro Malabar Church, which traces its origins to the preaching of the gospel by the Apostle Thomas in India. She was born at Puthanjara in the Diocese of Trichur, Kerala on 26 April 1876. As Maria Theresia Chirammel Mangidian, Beatorum numero in posterum appellentur, Maria Elisabeth Hesselblad, die 4 Juli, as Maria Theresia Chirammel Mangidian, die 6 Juni, in locis et modis juxta statutis causanis cerebrali posit, nomine Patris et Filii et Spiritus Sancti. അങ്ങനെ മരിയൻ ത്രേസ്യ ഒരു ബ്ലസ്സഡായ സ്റ്റേജിലാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. പിന്നെ വീണ്ടും ഒരു അത്ഭുതം കൂടി വേണം വിശുദ്ധ എന്നുള്ള സ്റ്റേജിലേക്ക് ആകുവാനായിട്ട്. എനിക്ക് 4 മക്കളുണ്ട്. മൂത്ത മകൻ ജോഷി, അവൻ്റെ 3ാമത്തെ മകനാണ് ക്രിസ്റ്റോഫർ. അവനെ പ്രസവിച്ചിട്ട് അങ്ങനെ തന്നെ ICUയിലേക്കാണ് കൊണ്ടുപോയത്. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ICUന്ന് പുറത്ത് വന്നിട്ട് ജോഷീനെ വിളിച്ച് പറഞ്ഞു, മകന് തന്നെ ശ്വാസം എടുക്കാൻ പറ്റില്ല,
പിന്നെ ഹാർട്ടിന് ബ്ലോക്കാണ്. അപ്പോൾ കുട്ടിക്ക് വളരെ ഗുരുതരാവസ്ഥയാണ്. അങ്ങനെ പറഞ്ഞ് മരുന്നുകളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 3-ാം ദിവസമായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി കുട്ടിയിൽ പ്രതീക്ഷിക്കാനില്ല, വേഗം തന്നെ വീട്ടിൽ കൊണ്ടുപോകാവുന്ന അവസ്ഥയിലാണ് കുട്ടി കിടക്കുന്നത്, കുട്ടിക്ക് ആയുസ് കിട്ടാൻ വിഷമാണ്. ഞങ്ങളുടെ വീട്ടിൽ ലൂർദ് മാതാവിൻ്റെ രൂപരിക്കുന്നുണ്ട്. അമ്മോടെ എനിക്ക് എന്ത് വന്നാലും അമ്മോടെ ഞാൻ പ്രാർത്ഥിക്കുക. അമ്മയുടെ രൂപത്ത് ഞാൻ ഇത്തിരി സങ്കടത്തോടെ അമ്മയുടെ കാക്ക തല വെച്ച് ഞാൻ പറഞ്ഞു, ഇത്രയും വലിയൊരു ദുഃഖം എൻ്റെ മോന് നീ കൊടുത്തില്ല അമ്മേ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കാക്ക ഞാൻ ഈ തല വെച്ചത് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഒരു ആരോ പറയണ ഒരവസ്ഥ. അമ്മയുടെ തിരുശേഷിപ്പ് കൊണ്ടുപോയി കുഞ്ഞിനെ തൊടിയിക്കുക. അവിടെ ചെന്ന് ഒരു സിസ്റ്ററുടെ കയ്യിൽ ഈ തിരുശേഷിപ്പ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇത് അമ്മയുടെ തിരുശേഷിപ്പാണ്, മോനെ ഒന്ന് തൊടിയിച്ച് വെക്കുക സിസ്റ്റർ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ മാതാവ് എന്നോട് പറഞ്ഞ ആ വാക്ക് അനുസരിച്ച് ഞാൻ ചെയ്തത്. അത് ഒരു സത്യം തന്നെയായിരുന്നു. എൻ്റെ പേര് ക്രിസ്റ്റഫർ. ഞാൻ പഠിക്കുന്നത് 5-ാം ക്ലാസ്സിലാണ്. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ഹാർട്ടും ലെൻസും വേണ്ടതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അമ്മാമ്മ വീട്ടിൽ നിന്ന് മറുദർശന തിരുശേഷിപ്പ് കൊണ്ടുവന്ന് ഞാൻ കിടന്നിരുന്ന ICUയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ എനിക്ക് രോഗശാന്തി ലഭിച്ചു. മാറിയന്ത്രയുടെ മാനസം വഴി ലഭിച്ച ഈ രോഗശാന്തിക്ക് ഞാൻ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നു. കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടർ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഇത് മെഡിക്കൽ സയൻസിന് പ്രൂവ് ചെയ്യാൻ സാധിക്കാത്ത ഒരു രോഗശാന്തിയാണ്. ഈ അത്ഭുത രോഗശാന്തിയുടെ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ഈ രേഖകളെല്ലാം റോമിലേക്ക് അയച്ചു. രൂപതാ തലത്തിൽ ഉള്ള പഠന സമയത്തും റോമൻ തലത്തിലും ഇതിൻ്റെ പഠനം നടന്നപ്പോഴെല്ലാം ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഇതിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഇത് അമ്മയുടെ മധ്യസ്ഥയിൽ നടന്ന അത്ഭുതമാണ്. ദൈവത്തിൻ്റെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അമ്മയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കാനായിട്ട് ദൈവം അനുവദിച്ച അത്ഭുതം. അത് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ആരംഭം മുതൽ അവസാനം വരെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഡോക്ടേഴ്സ് കമ്മീഷനെല്ലാം പഠിച്ചു. പഠിച്ചതിന് വെളിച്ചത്തിൽ അവർ പറഞ്ഞു ഇതിന് സയൻറ്റിഫിക്കായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. അമല ഹോസ്പിറ്റലിലെ ഡോക്ടർ ശ്രീനിവാസനാണ് ഈ കുട്ടിയെ ശുശ്രൂഷിച്ചത്. ആരംഭം മുതൽ ഡോക്ടർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഡോക്ടർ നൽകിയ ചികിത്സകളുടെ റിസൾട്ട് അല്ലായിരുന്നു ഈ കുട്ടി സുഖപ്പെട്ടതെന്ന്. അങ്ങനെ അതിന് മറ്റുള്ള റോമിലുള്ള സ്പെഷ്യലിസ്റ്റ് 7 പേരുടെ ഒരു കമ്മീഷൻ എക്സ്പേർട്സാണ്. അവർ പഠിച്ചിട്ട് അവർ പറഞ്ഞു ഡോക്ടർ ശ്രീനിവാസൻ്റെ വിലയിരുത്തൽ വളരെ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് അവർ അപ്രൂവ് ചെയ്തു. പിന്നെ ഇത് തിയോളജിക്കൽ കമ്മീഷൻ 7 പേരുടെ കമ്മീഷൻ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് അവരും ഇതേ കൺക്ലൂഷനിലെത്തി. ഇതൊരു നാച്ചുറൽ ഫിനോമിന അല്ല, ഇതിന് ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയില്ല സയൻസിനെന്ന്. ഒരു കാർഡിനൽസ് കമ്മീഷനുണ്ട്. കാർഡിനൽസ് കമ്മീഷനും അവരും ഇത് അപ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാർപ്പാപ്പയ്ക്ക് കൊടുക്കുന്നു. മാർപ്പാപ്പ ഇത് അപ്രൂവ് ചെയ്തു. അതോട് കൂടിയിട്ട് വിശുദ്ധ എന്നുള്ള പദവി നൽകുകയാണ്. ആ വിശുദ്ധ എന്ന പദവിയുടെ ഒഫീഷ്യൽ ഡേറ്റ് ജൂലൈ 1-ാം തീയതി പ്രഖ്യാപിച്ചു. കാർഡിനൽസിൻ്റെ കൺസിസ്റ്ററി, ആ കൺസിസ്റ്ററിയിൽ വെച്ച് മാർപ്പാപ്പ ഒക്ടോബർ 13, 2019 ഒഫീഷ്യലായിട്ട് വിശുദ്ധ എന്നുള്ള നാമകരണ സെറമണി നടത്തും എന്ന് പ്രഖ്യാപിച്ചു.
In nomine Patris et Filii et Spiritus Sancti. Amen. Pax vobis. Et cum spiritu tuo. Beatissime Pater, postulat Santa Mater Ecclesia per santitatem vestram catalogo santorum ad ascribi, et tanquam santos abonibus Christe fidelibus pronuntiari beatos Ioannem Enricum Neumann, Josefinam Vannini, Mariam Theresiam Ciramel Manchidian, Ducem Lopez Pontes et Margaritam Bais. La beata Mariam Theresia Ciramel Manchidian nacque in India a Putencira, nello stato del Kerala, il 26 aprile 1876. Educata cristianamente nella chiesa sino-marabarese, fin dalla fanciullezza si consacrò al Signore e si prodigò nella cura degli infermi, dei moribondi, degli orfani e delle famiglie bisognose. Fondò la congregazione delle Suore della Sacra Famiglia che guidò per 12 anni. Cercò con intima convinzione la radicalità nella consacrazione religiosa, ideale che seppe testimoniare personalmente e proporre alle sue consorelle. Morì a Cusicatuseni l'8 giugno 1926. Il Sommo Pontefice San Giovanni Paolo II, durante il grande giubileo dell'anno 2000, l'annoverò tra i beati. Fratelli carissimi, Dio Patri Onnipotenti, preces nostras per Iesum Christum levemus. Ut Beate Mariae Virgines, et omnium sanctorum suorum intercessione, sua gratia sustiniat, id quod soleniter actu. Mariam Theresiam Ciramel Manchidian, Dulcem Lopez Pontes et Margaritam Bais, Sanctos esse decernibus et definimus. ദൈവസ്നേഹത്തിൻ്റെ കനലുകളിൽ ഊതിക്കാച്ചിയ മറിയം ത്രേസ്യയുടെ ജീവിതം അത്ഭുതങ്ങളാൽ ജ്വലിച്ചു നിന്നപ്പോൾ ക്രിസ്തു തൻ്റെ നിർമ്മല മണവാട്ടിയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് കൂട്ടിച്ചേർത്തു. ദൈവജനത്തിനും ലോകത്തിനും വേണ്ടി ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൻ്റെ അമ്മയെ കുടുംബങ്ങളുടെ നായികയായി കിരീടമണിയിച്ചു. Maestatem tuam Domine suppliciter deprecamur, ut sicut nos corporis et sanguinis sacrosancti pacis alimento, ita divine nature facias esse consortet, per Christum Dominum nostrum. Amen. മറിയം ത്രേസ്യ ജനിച്ച് വളർന്നത് എൻ്റെ അയൽക്കമായിരുന്നു. അവിടെ കൊയ്യാൻ പോയി വരുന്ന വീടുകളിൽ പോയി സമാധാനപ്പെടുത്തി ആളുടെ അമ്മായിമ്മയും മരുമക്കളായിട്ട് വഴക്കുണ്ടായാലൊക്കെ അത് സമാധാനപ്പെടുത്താറുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളതാണ് മറിയം ത്രേസ്യ അമ്മ. എന്നെ സംബന്ധിച്ച് പ്രത്യേകമായി പറയുകയാണെങ്കിൽ എനിക്ക് വളരെയധികം അത്ഭുതങ്ങൾ തന്നെ പറയട്ടെ. ഈ കഴിഞ്ഞ നവംബർ 9 മാസം മുമ്പ് തന്നെ ഞാൻ അബോധാവസ്ഥയിൽ വളരെ വലിയൊരു ആക്സിഡൻറ്റ് പെട്ട് ബൈക്ക് ആക്സിഡൻറ്റ് പെട്ടിട്ട് ഓർമ്മയില്ലാതെ ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഇവിടെയുള്ള എല്ലാവരുടെ പ്രാർത്ഥനയും, പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാരുടെയും എൻ്റെ സിസ്റ്റേഴ്സായിട്ടുള്ള സന്യാസിമാരുടെയും മറ്റുള്ള നാട്ടുകാരുടെയും എല്ലാവരും പ്രാർത്ഥന കൊണ്ട് ഞാൻ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. കുടുംബത്തിൻ്റെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ മറിയം ത്രേസ്യ അമ്മ എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്. ദിവസവും ഞാൻ രാവിലെ 5:30 ഇവിടെ വന്ന് മറിയം ത്രേസ്യ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് കുരിശ് ചോക്കാനുള്ള ശക്തി അമ്മ എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കുടുംബജീവിതത്തെ പറ്റി വളരെ സങ്കടം നിറഞ്ഞ ജീവിതമായിരുന്നു എൻ്റെ. അതെല്ലാം മറിയം ത്രേസ്യ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കിത്
സഹിക്കാനുമുള്ള ശക്തിയും കരുത്തും തരണ അമ്മയെന്ന്. ഞാൻ അത് എന്ത് തന്നെ വന്നിട്ടും എനിക്ക് യാതൊരു വിഷമം ഉണ്ടായിരുന്നില്ല. എല്ലാം ഞാൻ സഹിച്ച് മറിയം ത്രേസ്യാമ്മയോട് തന്നെ പ്രാർത്ഥിച്ച് എൻ്റെ മക്കളെയും മറിയം ത്രേസ്യാമ്മയ്ക്ക് ഞാൻ വിട്ടുകൊടുത്ത് ദുരിതം നിറഞ്ഞ ജീവിതത്തിലൂടെ എൻ്റെ മക്കളെ ഞാൻ വളർത്തി. രോഗികളെ സന്ദർശിക്കുകയും അതുപോലെ തന്നെ കൂടുതൽ ആളുകളെ സഹായിക്കുകയും വീടുകളിലേക്ക് അവരെ പോയി ശുശ്രൂഷിച്ച് അവരെ പരിപാലിച്ച് അവരെ രോഗം സുഖപ്പെടുത്തുന്നത് വരെ കാര്യങ്ങൾ ചെയ്യുകയും ആ ഒരു നന്മയാണ് അമ്മയെ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന പുണ്യ ആത്മാവ് അല്ലെങ്കിൽ പുണ്യവതിയായി അറിയപ്പെടാൻ പോകുന്നത്. അനുഗ്രഹത്തിൻ്റെ ഇടനാഴിയിലേക്ക് കടന്നു വരുന്ന അനേകായിരങ്ങൾക്ക് ആശ്വാസമായി സ്നേഹസഹനത്തിൻ്റെ ഈ അമ്മ അവരെ ചേർത്ത് പിടിക്കുന്നു. ക്രിസ്തുവിനോടൊപ്പം, ക്രിസ്തുവിനു വേണ്ടി. കോൺഗ്രിഗേഷൻ എടുത്തിരിക്കുന്ന മോട്ടോയിലും ദൈ വിൽ ബി ഡൺ, ദൈവത്തിരുമനസ് നിറവേറ്റുക എന്നുള്ളത് തന്നെയാണ്. ഹോളി ഫാമിലി കോൺഗ്രിഗേഷന് പുതിയ സന്യാസ നിയമാവലി ലഭിച്ചത് ജാഫ്നയിലെ ഹോളി ഫാമിലി കോൺഗ്രിഗേഷനിൽ നിന്നാണ്. അപ്പോൾ അതിൽ അല്പസ്വല്പം മാറ്റം വരുത്തിയിട്ടാണ് ആ നിയമാവലി ഞങ്ങൾ ജീവിച്ചു വന്നത്. അതിൽ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടിരുന്നത് കുടുംബ ശുശ്രൂഷയ്ക്കാണ്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് ഒരാവശ്യമാണെന്ന് ബോധ്യം വന്നതുകൊണ്ട് പുത്തൻചിറയിൽ 1915 ഒരു ചെറിയ സ്കൂൾ ആരംഭിച്ചു. അത് ഇന്നും ഒരു LP സ്കൂളായിട്ട് നിലകൊള്ളുന്നുണ്ട്. തുടർന്ന് അമ്മയുടെ പ്രവർത്തനം കണ്ട് സംപ്രീതരായ നാട്ടുകാർ അല്ലെങ്കിൽ അവിടുത്തെ വൈദികർ കുഴിക്കാട്ടുശ്ശേരിയിലെ ഒരു സ്കൂളിൽ ദാനമായി നൽകി, സ്ഥലം ദാനമായി നൽകി. അങ്ങനെ കുഴിക്കാട്ടുശ്ശേരിയിലേക്ക് പ്രവർത്തനം മാറ്റി. 2 വർഷത്തിനുള്ളിൽ തുമ്പൂരും ഇതുപോലെ തന്നെ ഒരു മഠത്തിനുള്ള സ്ഥലം ലഭിച്ചു. സ്ഥാപനമൊക്കെ തുടങ്ങി, സ്കൂളൊക്കെ തുടങ്ങി. കുടുംബ ശുശ്രൂഷയും വിദ്യാഭ്യാസ പ്രവർത്തനം കൊണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ശൈലി ആരംഭം മുതലേ വന്നു. 12 കൊല്ലമേ അമ്മയ്ക്ക് ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ വളർത്താൻ സാധിച്ചുള്ളൂ. അന്ന് ഉണ്ടായിരുന്നത് 3 മഠവും സ്കൂളും പിന്നെ കുറച്ച് അനാഥ കുട്ടികളും ഒക്കെ ആയിരുന്നു. തുടർന്നുള്ള വളർച്ചയിൽ സഹായിച്ചത് സഹസ്ഥാപകനായിരുന്ന ധന്യൻ ജോസഫ് വിധേയത്തിൽ പിതാവാണ്. അമ്മയിൽ നിന്നും സമൂഹത്തിൻ്റെ ഭരണ കാര്യങ്ങൾ ഏറ്റെടുത്തത് പിതാവാണ്. മുഴുവൻ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി കുറേ വർഷങ്ങൾ പിതാവ് ആയിരുന്നു ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഹോളി ഫാമിലി കോൺഗ്രിഗേഷനെ വളർത്തിയത്. അതുപോലെ തന്നെ പുതിയ മഠങ്ങൾ സ്ഥാപിക്കാൻ, മഠങ്ങളോടനുബന്ധിച്ച് സ്കൂളുകൾ സ്ഥാപിക്കാൻ ഒക്കെ പിതാവും പരിശ്രമിച്ചു. പുതിയ ഒരു ഭരണ കേന്ദ്രം ആയിട്ട് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഭരണം വീണ്ടും ഏറ്റെടുത്തത് 1942 പുതിയ ജനറൽ കൗൺസിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. അതിനുശേഷം സിസ്റ്റേഴ്സ് തന്നെ പല സ്ഥലങ്ങളിലേക്കും
പുതിയ മഠങ്ങളായിട്ട് ആരംഭിച്ചു. 1964 ഏകദേശം 50 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രവർത്തന വേദി നോർത്ത് ഇന്ത്യയിലേക്കും വ്യാപിപ്പിച്ചു. അവിടെ ബീഹാറിലെ ബഗൽപൂർ രൂപതയിൽ ചർക്കാപാത്തർ എന്ന സ്ഥലത്താണ് ആദ്യത്തെ വടക്കേ ഇന്ത്യയിലെ ഞങ്ങളുടെ ഭവനം ആരംഭിച്ചത്. തുടർന്ന് അങ്ങോട്ട് നോർത്ത് ഇന്ത്യയിലും കേരളത്തിലും ഭവനങ്ങൾ കൂടുതൽ വ്യാപിച്ചു, പ്രവർത്തന മേഖല വ്യാപിച്ചു. ഇന്ന് ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യയിലുമായിട്ട് 248 ഭവനങ്ങളാണുള്ളത്. ഏതാനും ഭവനങ്ങളോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ ആതുരാലയ സ്ഥാപനങ്ങളുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഇന്ന് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് കുടുംബ പ്രേക്ഷിതത്വത്തിനാണ്. ചിറയുടെ പൊൻപ്രഭയെ, ഭാരത സഭയുടെ താരകമേ, തിരുസഭ തന്നുടെ മഴവില്ലേ, സ്വർഗം നൽകിയ സമ്മാനമേ. പുത്തൻ ചിറയുടെ പൊൻപ്രഭയെ, ഭാരത സഭയുടെ താരകമേ, തിരുസഭ തന്നുടെ മഴവില്ലേ, സ്വർഗം നൽകിയ സമ്മാനമേ. അനവരതം പാടുകയായി പുണ്യവതീതിൻ തിരുനാമം, വിശുദ്ധയാ മറിയം ത്രേസ്യ തുണയേകണമേ ഞങ്ങൾക്കായി. അനവരതം പാടുകയായി പുണ്യവതീതിൻ തിരുനാമം, വിശുദ്ധയാ മറിയം ത്രേസ്യ തുണയേകണമേ ഞങ്ങൾക്കായി. പഞ്ചക്ഷതവും വ്യാധികളും തിരുകുരിശിൽ ചേർത്തു സഹിച്ചു